കലാകാരന്മാരെയൊക്കെ അധിക്ഷേപിക്കുക. ഇപ്പം കലാമണ്ഡലം സത്യഭാമ, ഇതിപ്പം സത്യഭാമയുടെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഇതിപ്പം ആദ്യമായിട്ടൊരു സംഭവമേ അല്ല. ഇതിനു മുൻപും ഈ എത്രയോ പേരെ വിമർശിക്കുന്നു. ആ വിമർശിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ മാധ്യമങ്ങളടക്കം അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോഴും അവർക്ക് കാര്യം എന്താണെന്നുള്ളത് മനസ്സിലായിട്ടേ ഇല്ല. ഒരു പ്രത്യേക തരത്തിലൊരു മനോവികാരത്തിൽ കൂടി ഈ പ്രതികരണങ്ങൾ നടത്തുന്ന കൂട്ടത്തിലാണ് സത്യഭാമയെന്ന് തോന്നുന്നു. അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കും, വീണ്ടും വീണ്ടും അതൊരു നാക്കുപിഴയായിട്ട് കണക്കാക്കാനേ പറ്റില്ല. വീണ്ടും വീണ്ടും ആ തെറ്റുകൾ അവരിങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ അതിന് ഈ അറിയാതെ അതിൻ്റെ ഭാഗമായി പോയ ആൾ കൂടിയാണ് സ്നേഹ. ഇതൊക്കെ കേട്ടപ്പോൾ എന്താ തോന്നിയത്? അല്ല, ഇത് കേട്ടപ്പോൾ സത്യത്തിൽ ഇത് എനിക്ക് കലാമണ്ഡലത്തിൽ നിന്ന് തന്നെ ഉള്ള തുള്ളൽക്കാർ അവരാണ് എനിക്ക് അയച്ചു തന്നിട്ടുള്ളത്. അപ്പം അതെന്താണ് അങ്ങനെ എന്ന് ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് പിന്നീട് തോന്നി ഇവർക്കൊരു റിപ്ലൈ കൊടുക്കേണ്ട ആവശ്യം നമുക്കില്ല എന്ന് എനിക്ക് തോന്നി. അപ്പോൾ പലരും നമ്മളെ വിളിച്ചപ്പോൾ ഞാൻ അത് തന്നെയാണ് പറഞ്ഞത്, എനിക്കതിൽ മറുപടി പറയാൻ താല്പര്യമില്ല. കാര്യം ഇപ്പോൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഇത് ഒരു വട്ടമല്ല, 2 വട്ടമല്ല. അപ്പോൾ അത് അവർക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്. അതല്ലാതെ അങ്ങനെ നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. നമുക്കൊരു സാധാരണ മനുഷ്യർക്കൊക്കെ ഒരു നിലവാരം വിട്ട് താഴേക്ക് നമുക്ക് സംസാരിക്കാൻ പറ്റാറില്ല. അപ്പോൾ അതുകൊണ്ട് അവരുടെ ഒരു രീതിയിൽ എനിക്ക് റിപ്ലൈ കൊടുക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല എന്ന രീതിയിൽ ഞാൻ വിട്ടതാണ്. പിന്നീട് അത് ന്യൂസ് ആവുന്നു, ഒരുപാട് പേര് നമുക്ക് വേണ്ടി സംസാരിക്കുന്നു. എന്നെ സംബന്ധിച്ച് ഞാൻ ഈ 2 ദിവസം വളരെ സന്തോഷത്തിൽ തന്നെയാണ്. കാര്യം എന്താ വെച്ചാൽ ഇപ്പോൾ എന്നെ ആളുകൾ അറിയുന്നത് മണ്ടോദരി എന്നുള്ള പേരിൽ തന്നെയാണ്. അതിലെനിക്ക് അഭിമാനമാണ്. മറിമായം എന്നൊരു ഷോ 15 വർഷമായി സക്സസ്ഫുള്ളി ഞങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെ സ്നേഹിക്കുന്ന ആളുകളുണ്ട് എന്ന് നമുക്കറിയാമായിരുന്നു. പക്ഷേ ഇത്രത്തോളം സ്നേഹമുണ്ട് എന്ന് ഞാൻ ഈ 2 ദിവസം കൊണ്ട് അനുഭവിച്ചറിഞ്ഞു. ലോകത്തുള്ള സകല മലയാളികളും എനിക്ക് വേണ്ടി സംസാരിച്ചു, എനിക്ക് വേണ്ടി പോസ്റ്റ് ഇട്ടു, എനിക്ക് വേണ്ടി കമൻ്റ് ഇട്ടു. അപ്പം അതിൽ ഞാൻ വളരെ സന്തോഷത്തിലാണ്. അത് എനിക്ക് ഒരു കലാകാരി എന്ന രീതിയിൽ എനിക്ക് വലിയ ഊർജ്ജമാണ്. ഇനി അങ്ങോട്ടും പുതിയ പുതിയ എപ്പിസോഡുകൾ ചെയ്യാൻ, അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാൻ ഇനി നമ്മൾ റെഡി ആയിട്ടിരിക്കുകയാണ്. തീർച്ചയായും. സ്നേഹ, ഈ കലാമണ്ഡലം സത്യഭാമ ഇതിന് മുൻപ് പരിചയമുണ്ടോ? ഇല്ല, എനിക്കൊരു പരിചയമില്ല. ഞാൻ അറിയുന്നത് പിന്നെ പ്രിയപ്പെട്ട RLV രാമകൃഷ്ണനെതിരെ അവർ നടത്തിയൊരു പരാമർശത്തിൻ്റെ പേരിലാണ് ഇങ്ങനെ ഒരാളെ തന്നെ ഞാൻ അറിയുന്നത്. എനിക്ക് തോന്നുന്നത് ഞാൻ മാത്രമല്ല, കേരള സമൂഹം അറിയുന്നതും അങ്ങനെ തന്നെയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.